ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. 1988 മുതൽ 2020 വരെ 32 വർഷം ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു. അതിൽ 2000 മുതൽ 2002 വരെ 2 വർഷം കാശ്മീരിലുള്ള ഒരു താഴ്വാര പ്രദേശത്തായിരുന്നു ജോലി. അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ 50 മിനിറ്റ് യാത്ര ചെയ്യണം. ആ യാത്രയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കടലിലെ തിരമാല പോലെ, വെള്ളാരം കല്ല് പോലെ പൊങ്ങിയും താങ്ങും പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന ഹിമാലയ പർവ്വത നിരകൾ. ഒരു നിമിഷം ഞാൻ ആ വിൻഡോസിലൂടെ കാണുമ്പോൾ ഭയന്നു പോയി. ദൈവമേ, ഈ വിമാനത്തിന് എന്തെങ്കിലും പറ്റിയാൽ എന്താകും എന്റെ അവസ്ഥ? ഉടനെ ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരികയാണ്. യെശയ്യാ 54:10. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യമാണ്. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് മാറ്റം വരികയില്ല. ഉടനെ എന്റെ ഹൃദയം സമാധാനത്തിലേക്ക് വരുന്നു. പിന്നീട് ഞാൻ ഈ വനത്തെക്കുറിച്ച് പഠിച്ചു. മലകൾ അകന്നു പോകുമോ? അപ്പോഴാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ആൽപ്സും ആൻഡീസും കാറഗോറവും ഹിമാലയാസും എല്ലാ വർഷവും 1 സെന്റിമീറ്റർ വളരുകയും 1 സെന്റിമീറ്റർ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ലോകത്തുള്ള സഹാറ, അതുപോലെ ചൈന, ചിലി, ആഫ്രിക്കൻ കൺട്രീസ്, ബ്രസീൽ മുതലായ രാജ്യങ്ങളിലുള്ള സാൻഡ് ഡ്യൂംസ് അഥവാ മണൽ കൂമ്പാരങ്ങൾ കാറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയും അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അടുത്ത് ഏൽപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ നോട്ടത്തിലും വിചാരത്തിലും പലപ്പോഴും നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ഭവിക്കും. അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുവിൻ. അതിനുള്ള കൃപ കർത്താവ് തന്നെ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.